ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപത്തെ സ്ഫോടനത്തെ ന്യായീകരിച്ചുള്ള ചാവേർ ഡോക്ടർ ഉമർ നബിയുടെ വീഡിയോ പുറത്തു വന്നു. ചാവേർ ആക്രമണത്തിന് മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചാവേർ ആക്രമണം രക്തസാക്ഷിത്വമെന്നാണ് വീഡിയോയിൽ ഉമർ നബി പറയുന്നത്. One of the very misunderstood concept of what has been labeled as suicide bombing. It is martyrdom operations, and it is being known in Islam. There are multiple contraindications. There are multiple arguments that have been brought against it. Martyrdom operations. When a person presumes that he is going for sure die at a particular place at a particular time, he goes against the presumption that a particular is going to die in a particular situation. It's not. We don't have one of the SKN ഈ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സ്ഫോടനം നടത്തിയ വാഹനം ഓടിച്ചിരുന്ന ഡോക്ടർ ഒമർ നബി സ്ഫോടനത്തിന് തൊട്ടു മുമ്പായി സ്വന്തം ഫോണിൽ സ്വയം ചിത്രീകരിച്ചതാണ് ഈ ഒരു വീഡിയോ. 1 മിനിറ്റ് 11 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ ഇംഗ്ലീഷിലാണ് ഒമർ നബി തൻ്റെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കുന്നത്. ചാവേർ ആക്രമണം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇയാൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ചാവേർ ആക്രമണത്തെ പലപ്പോഴും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അതിന് ഉണ്ട്. എന്നാൽ അത് എന്താണ് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇത് ഒരു തരത്തിലും ജനാധിപത്യപരമല്ല. ഒരു പരിഷ്കൃത സമൂഹത്തിനും അത് അംഗീകരിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും ഈ ചാവേർ ആക്രമണം എന്നുള്ളത് ഒരു രക്തസാക്ഷിത്വമാണ് എന്നും നേരത്തെ നിശ്ചയിച്ച സ്ഥലത്ത് സമയത്ത് ഒരു ആക്രമണം നടത്തുക എന്നുള്ളതാണ് ചാവേർ ആക്രമണം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്നുമാണ് ഒമർ നബി ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ചാവേർ ആക്രമണങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു വ്യക്തി ഒരു നിശ്ചിത സമയത്തും സ്ഥലത്തും തീർച്ചയായും മരിക്കും എന്ന് വിശ്വസിക്കുമ്പോൾ അവർ അപകടകരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നു എന്നും മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് പദ്ധതി അനുസരിച്ച് അത് നടപ്പാക്കുകയാണ്. ഇത് ഒരു രക്തസാക്ഷിത്വമാണ് എന്നാണ് ഇയാൾ ന്യായീകരിക്കുന്നത്. ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെളിവ് കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതൊരു ചാവേർ ആക്രമണമാണോ എന്ന തരത്തിൽ ആദ്യഘട്ടത്തിൽ സംശയമുയർന്നിരുന്നുവെങ്കിൽ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അത് ചാവേർ ആക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. അത് മുൻകൂട്ടി തയ്യാറാക്കി തീരുമാനം എടുത്ത് അയാൾ നടപ്പാക്കിയ പദ്ധതിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ.